ഹായ് ഓൾ, നമ്മൾ എല്ലാ ഇന്ത്യക്കാരനും ഒരു പേഴ്സണൽ അഹങ്കാരമായ ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഉണ്ട്. ഏതാണെന്നല്ല, റോയൽ എൻഫീൽഡ് അഥവാ മോട്ടോഴ്സ്. ലാസ്റ്റ് 2022 ഇവരുടെ ടോട്ടൽ സെയിൽസ് എത്ര അറിയോ? 8 lakhs യൂണിറ്റ്. എന്ന് വെച്ചാൽ US മാർക്കറ്റിൽ പോലും ഇത്ര പോലും സെയിൽസ് ഇല്ല. പക്ഷേ ഈ കമ്പനി എപ്പോഴും ഇതേമാതിരി സക്സസ്ഫുൾ ആയിരുന്നു? ഒരിക്കലും അല്ല. 1990s പറഞ്ഞ ഇവരുടെ ഏറ്റവും സ്ട്രഗ്ലിംഗ് പീരീഡ്, ബിക്കോസ് ദർ വാസ് സിറ്റുവേഷൻ ദാറ്റ് ദേ മൈറ്റ് ഓൾമോസ്റ്റ് ഗോ ടു എ ലിക്വിഡേഷൻ. അന്നത്തെ CEO ആയിട്ടുള്ള സിദ്ധാർത്ഥ ലാൽ അദ്ദേഹത്തിൻ്റെ ഒരു ട്രെമൻഡസ് സ്ട്രാറ്റജിയാണ് ഒരു ടേൺ അറൗണ്ടിന് പോസിബിൾ ആയത്. ഇപ്പോൾ ഈ സെയിം കമ്പനി ഫേസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു സിമിലർ ഇഷ്യൂ ആണ്. എങ്ങനെയെന്നറിയോ? ഇന്റർനാഷണൽ കമ്പനിയായ 2 കമ്പനി, നിങ്ങൾക്ക് അറിയുന്ന കമ്പനിയാണ് ഹാർലി ആൻഡ് ട്രയംഫ്, ആൻഡ് കമ്മിങ് വിത്ത് എ ഫാന്റാസ്റ്റിക് സ്ട്രാറ്റജി. ഇൻഫാക്ട് ഹാർലി അതേമാതിരി ട്രയംഫ് പൊതുവെ ഒരു പ്രീമിയം കാറ്റഗറിയാണ് അവർ എപ്പോഴും യൂസ് ചെയ്യാറ്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇന്ത്യൻ മാർക്കറ്റിനെ പിടിക്കാനും അതേമാതിരി നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ മാർക്കറ്റ് ഷെയർ കുറയ്ക്കാനും ദേ ആർ ആക്ച്വലി പ്രിഫർ ചെയ്യുക കോസ്റ്റ് സ്ട്രാറ്റജി. ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്താ അറിയോ? ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ തന്നെ നമ്മളെ റോയൽ എൻഫീൽഡിൻ്റെ മാർക്കറ്റ് വാല്യൂ ഓൾമോസ്റ്റ് 10,000 crores ആയിട്ട് ലോസ് ആയി. So let's see how it turns out. Thank you. Stay tuned. See you with the next video. Bye.